അല്പം വ്യത്യസ്തമായ ഒരു ഡിന്നർ റെസിപ്പി ആയാലോ ഇന്ന്. ഒരു പറാട്ട സ്റ്റൈൽ, എന്നാൽ നോർത്ത് ഇന്ത്യൻ അല്ല, ഒരു സൗത്ത് ഇന്ത്യൻ മിക്സാണ്. വളരെ എളുപ്പമാണ്. ഇത് ഒരു ടിഫിൻ ബോക്സ് ഐറ്റമായിട്ടും കൊടുത്തു വിടാൻ പറ്റിയൊരു ഡിഷാണ്. ഒരു ബൗളിൽ അല്പം വെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഗോതമ്പ് പൊടി കുഴയ്ക്കുന്നത്. കുഴയ്ക്കുന്നതൊക്കെ ചപ്പാത്തിക്ക് ചെയ്യുന്നത് പോലെ തന്നെ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഈ പൊടി നല്ലപോലെ ബട്ടറുമായിട്ട് മിക്സ് ആവണം. അതിനുശേഷം വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വരും. പരത്താനും ചുടാനും ഒക്കെ നല്ല സുഖമാണ്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് സാധാരണ കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ പാത്രത്തിൻ്റെ സൈഡിലൊന്നും ഒട്ടിപ്പിടിക്കില്ല, കയ്യിലും ഒട്ടിപ്പിടിക്കില്ല. വളരെ സുഖമാണ് ഇങ്ങനെ കുഴയ്ക്കാൻ. ബട്ടർ ചേർത്തൊന്ന് കുഴച്ച് നോക്കൂ. അപ്പോൾ ഈ മാവ് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരല്പസമയം അവിടെ ഇരിക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്കൊരു ഫില്ലിംഗ് റെഡിയാക്കണം. ഞാൻ അല്പം ബോൺലെസ് ചിക്കൻ പീസസാണ് എടുത്തിരിക്കുന്നത്. വെജിറ്റേറിയൻസിന് ഈ ഒരു ഭാഗം ഒഴിവാക്കാം. ചിക്കനിലേക്ക് ഒരല്പം ഉപ്പും കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. വെന്ത ശേഷം നമുക്കിതൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കാനുള്ളതാണ്. ചെറിയ പീസസാക്കി മാറ്റാം. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം, ഒരു 1/4 ഗ്ലാസ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പം നല്ല കുക്കായിട്ടുണ്ട്. ഇത് ഞാൻ ഈ പാനിൽ നിന്ന് മാറ്റുകയാണ്. ഇത് ചൂടാറി കഴിയുമ്പോൾ ചെറിയ പീസസാക്കി മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് അല്പം കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലേക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റുക. ഒരു പകുതി വാടി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അതും നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്യുക. ഇനി ചേർക്കാനുള്ള പച്ചമുളകാണ്. പച്ചമുളക് അധികം ചേർക്കുന്നില്ല, ഒരു 2 എണ്ണം മാത്രം ചേർക്കുന്നുള്ളൂ. കുട്ടികൾക്കൊക്കെ കഴിക്കാനാണെങ്കിൽ ഇത് വേണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 2 മിനിറ്റ് തന്നെ കുക്കായി കിട്ടും. ഇതിൻ്റെ കൂടെ ഏത് വെജിറ്റബിൾസും ചേർക്കാം. ഞാനൊരു പകുതി ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. വെജിറ്റേറിയൻസ് ആയവർക്ക് ആ ചിക്കൻ്റെ ഭാഗം ഒഴിവാക്കിയിട്ട് ഇതെല്ലാം ചെയ്താൽ മതി. കൂടുതൽ വെജിറ്റബിൾസ് വേണമെങ്കിൽ ചേർക്കുകയും ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ നല്ല മുളക് പൊടിയും 1 ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പം എല്ലാ പൊടികളുമായി തീ അധികം കൂട്ടാതെ പൊടികൾ കരിഞ്ഞു പോവാതെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ആ പൊടിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ചെറുതാക്കി നുറുക്കി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മസാല ചിക്കൻ പീസസിലൊക്കെ നല്ലപോലെ ഒന്ന് പിടിക്കട്ടെ. വെജിറ്റേറിയൻസിന് ഈ ചിക്കന് പകരം മറ്റേതെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. സോയ ചേർക്കാം, പനീർ ഉപയോഗിക്കാം, മഷ്റൂം ആവാം, അങ്ങനെ ഏതും ആവാം. അല്പം മല്ലിയില കൂടി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ചിക്കന് പകരം വേണമെങ്കിൽ സ്ക്രാമ്പിൾഡ് എഗ് ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെയും ആവാം. ഇങ്ങനെ പലതരം ഫില്ലിംഗ് ഉപയോഗിച്ച് നമുക്ക് ഈ പറാട്ടാസ് റെഡിയാക്കാം. അപ്പം നമ്മുടെ മാവ് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റ് തന്നെയാണ്. ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഇനി ഇത് അത്യാവശ്യം വലിയ ബോൾസാക്കി മാറ്റുക. സാധാരണ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന അത്ര മാവ് പോരാ. ഒരു 2 ചപ്പാത്തിക്കുള്ള മാവ് ഉരുട്ടി വയ്ക്കുക. ഇനി അതിൽ നിന്ന് ഓരോ ബോളായിട്ടെടുത്ത് ഒന്ന് പരത്തിയെടുക്കുക. ഒരു വലിയ പൂരിയുടെ സൈസിൽ പരത്താം.
ആവശ്യത്തിന് പൊടി കൂട്ടാം. എന്നിട്ട് ഇതുപോലെ 4 സൈഡിൽ നിന്നും ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചാൽ ഇപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പ് ആയല്ലോ. ഇനി ഇത് വീണ്ടും പൊടി കൂട്ടി പരത്തി ആ സ്ക്വയർ അങ്ങ് വലുതാക്കി എടുക്കണം. സ്ക്വയർ വലുതാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വല്ലാതെ തിന്നായി പോകരുത്, അത്യാവശ്യം കട്ടിയുള്ള സ്ക്വയർ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാവ് കുറച്ച് കൂടുതൽ എടുക്കണമെന്ന്. പക്ഷേ ഇത് 1 2 കഴിച്ചാൽ നല്ല ഫില്ലിംഗ് ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. ഇനി 4 സൈഡും മടക്കി കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു സ്ക്വയർ ആവും. എന്നിട്ട് പതുക്കെ പരത്തിയെടുക്കുക. നമ്മൾ ബട്ടർ കൂട്ടി പരത്തിയത് കൊണ്ട് വളരെ ഫ്ലെക്സിബിളാണ് ഈ മാവ്. നല്ല ഈസി ആയിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ പരത്തിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ വളരെ ഇഷ്ടമായിരിക്കും. നമ്മൾ എന്ത് ഫില്ലിംഗ് അകത്ത് വെച്ചാലും സുഖമായിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ധാരാളം വെജിറ്റബിൾസൊക്കെ ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് പരത്താൻ നേരത്ത് വേണമെങ്കിൽ അല്പം നെയ്യ് തടവി ഓരോ സൈഡും കുക്ക് ചെയ്തെടുക്കാം. വളരെ ചെറിയ തീയിൽ വെച്ചാൽ മതി. ചപ്പാത്തിയേക്കാളും ടൈം എടുക്കും ഇത് വെന്ത് കിട്ടാൻ. ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 3-4 പ്രാവശ്യമായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് 2 സൈഡ് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കും. ഇതിൻ്റെ മുകളിലും താല്പര്യമുണ്ടെങ്കിൽ അല്പം നെയ്യൊക്കെ തടവി കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റിയാണെന്ന് മാത്രമല്ല വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡുമാണ്. എല്ലാം ഇതിൽ വന്നിട്ടുണ്ടല്ലോ. ഗോതമ്പുണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, ബട്ടറും ഉണ്ട്. അപ്പോൾ ഈ ഒരു ഹെൽത്തി മീൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല, വലിയവരും ആസ്വദിച്ച് കഴിച്ചോളും. ഡിന്നറിന് ചപ്പാത്തിയും അതിനുള്ള ഒരു കറി ഉണ്ടാക്കുന്ന അത്രയും സമയം പോലും വേണ്ട ഈ ടേസ്റ്റി പറാട്ടാസ് റെഡിയാക്കാൻ. എല്ലാവരും ആസ്വദിച്ച് കഴിക്കുമെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്താൽ എന്താ? ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരുമല്ലോ. ഇന്നത്തെ റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.